പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഇവിടം വരെയായി. 2 കൊരിന്തോസ് 5:21 അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഈ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് കാർഡ് വാങ്ങിക്കാൻ പോയി. അനേക സമയം എടുത്തിട്ടും ഒരൊറ്റ ക്രിസ്മസിന്റെ സന്ദേശത്തോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് ഒരു കാർഡ് പോലും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. പരിശുദ്ധാത്മാവ് ആ മണിക്കൂറുകളിൽ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചല്ല, നമ്മൾ എത്രമാത്രം ഒരുങ്ങുന്നു എന്നതിനെക്കുറിച്ചുമല്ല, നമ്മൾ എത്രമാത്രം പെർഫെക്റ്റായി എന്നതിനെക്കുറിച്ചുമല്ല, നമ്മൾ എത്രമാത്രം നക്ഷത്ര വിളക്കുകൾ തൂക്കി എന്നതോ എത്ര മനോഹരമായ പുൽക്കൂടുകൾ സൃഷ്ടിച്ചു എന്നുള്ളതോ ഒന്നുമല്ല. ഇതൊന്നും ചെയ്യാത്തതിനു മുമ്പ് ഒരൊറ്റ പ്രാർത്ഥനകളോ ഒറ്റ നൊയുമ്പോ ഒരുക്കങ്ങളോ ഒന്നുമില്ലാതിരുന്നപ്പോഴും അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുത് എന്നാഗ്രഹിച്ച ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നുവന്ന് നമ്മെ രക്ഷിക്കുവാൻ തിരുമനസ്സായി. അതാണ് ക്രിസ്മസ്. ക്രിസ്മസ് എല്ലാം ഈശോയെക്കുറിച്ചാണ്, ഈശോ ചെയ്തതിനെക്കുറിച്ചാണ്, ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ചാണ്. അവൻ നമുക്ക് വേണ്ടി പാപമായി മാറാൻ സ്വർഗം വിട്ടിറങ്ങി. അവൻ നമുക്ക് വേണ്ടി പാപമായി തീരാൻ കുരിശിലേറി. അവൻ നമുക്ക് ജീവൻ നൽകാൻ അപ്പവും വീഞ്ഞുമായി മാറി. ഈ തിരുപ്പിറവിയുടെ ആഘോഷങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എത്ര കുറവുകളുണ്ടെങ്കിലും, എത്ര പരിമിതികളുണ്ടെങ്കിലും, എത്രമാത്രം അശുദ്ധിയും വീഴ്ചകളുമുണ്ടെങ്കിലും, അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന, നമ്മെ നീതീകരിക്കുന്ന, നമ്മെ തന്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി പുതിയ മനുഷ്യരാക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന യേശുവിലേക്ക്, യേശുവിന്റെ ഹൃദയത്തിലേക്ക്, യേശുവിന്റെ കുറുകിപ്പോകാത്ത കരങ്ങളിലേക്ക്, അവന്റെ വാത്സല്യപൂർണമായ തിരുമുഖത്തേക്ക് നോക്കുവാനുള്ള വലിയ ഉത്സാഹം, വലിയ പ്രത്യാശ നമ്മളിൽ നിറയപ്പെടട്ടെ. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ദൈവകൃപ എന്ന് പറയുന്നത് എന്റെ എല്ലാ പരിമിതികളോടും കൂടെ രക്ഷകനായ യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. എന്റെ എല്ലാ തകർച്ചകളോടും ഇല്ലായ്മകളോടും ചേർന്ന് എന്നെ വ്യവസ്ഥകളില്ലാതെ രക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന എന്റെ ദൈവത്തിന്റെ കരം പിടിക്കുക എന്നുള്ളതാണ്. ആ കരം പിടിച്ചാൽ ബാക്കിയെല്ലാം തനിയെ സംഭവിക്കും. അനുഗ്രഹപൂർണമായ, അർത്ഥപൂർണമായ, ഈശോയുമായുള്ള ആഴമേറിയ ബന്ധമുള്ള ഒരു ക്രിസ്തുമസ്, ഒരു തിരുപ്പിറവി നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.